വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് അമിതമായിട്ടുള്ള ലൈംഗിക ശക്തി അല്ലെങ്കിൽ ലൈംഗിക പെർവേഷൻസ് എങ്ങനെ നമുക്ക് കൺട്രോളിൽ വരുത്താം, അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ സാധിക്കുമോ, എങ്ങനെയൊക്കെ സാധിക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. പലപ്പോഴും ഇത് നമുക്കറിയാം, ആയുർവേദ മരുന്നുകൾ പലതും ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരുപാട് മരുന്നുകളെ കുറിച്ച് നമുക്ക് കേട്ടുപരിചയമുണ്ട്. പക്ഷേ ഈ ലൈംഗിക ശക്തിയെ നമ്മൾ പലപ്പോഴും ചില സമയത്ത് കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കേണ്ട ആവശ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അത് പ്രധാനമായിട്ട് നമുക്ക് മാനസിക രോഗങ്ങളുള്ളവർ, അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ, മെന്റലി ചാലഞ്ചർ ആയിട്ടുള്ള കുട്ടികളിലൊക്കെയാണ് ഈ ഒരു പ്രശ്നം വളരെ രൂക്ഷമായിട്ട് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പലപ്പോഴും പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ സെക്ഷൽ പെർവേഷൻസ് ഉള്ള കേസുകളിലൊക്കെ നമുക്ക് ഇവരുടെ ഒരു അമിതമായിട്ടുള്ള എനർജി ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ഇത് അവർക്ക് സമൂഹത്തിനും ആ വ്യക്തിക്കും വലിയൊരു ഉപകാരം ചെയ്യുന്നതാണ്. പലപ്പോഴും ഞാൻ പലപ്പോഴും ഇത്തരം ഓട്ടിസ്റ്റിക് സെന്ററുകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളതാണ്, കുട്ടികൾ അഡോളസെന്റിൽ എത്തുമ്പോൾ ഇവർക്കൊരു സെക്ഷൽ സ്റ്റിമുലേഷൻസ് വരികയും ഇവർ പബ്ലിക്കായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്നതൊക്കെ അവിടുത്തെ സ്റ്റാഫിനും ബാക്കിയുള്ള എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ പലപ്പോഴും പല അമ്മമാർ വന്ന് പറഞ്ഞ് ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ട്. അതായത് മകനെ കൊണ്ട് ബസ്സിൽ പോകുമ്പോൾ ഒരു സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ഒരു സെക്ഷൽ അട്രാക്ഷന്റെ പുറത്ത് പലതും ചെയ്യുന്നു. അപ്പോൾ അവർ പലപ്പോഴും കുട്ടിയെ അടിക്കുന്നു പബ്ലിക്കായിട്ട്. കണ്ടാൽ നമുക്കറിയാം, ഓട്ടിസ്റ്റ് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല, വളരെ ഭംഗിയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മാസ്റ്റർബേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം, അങ്ങനത്തെയൊക്കെ പല ശ്രമങ്ങളൊക്കെ വരുമ്പോൾ അമ്മമാർ പറയും, ഓട്ടിസത്തിന്റെ ബുദ്ധിമുട്ടിനേക്കാൾ അവർ ഏറ്റവും അലട്ടുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഇത്തരത്തിലുള്ള സെക്ഷൽ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു സ്ഥലകാല ബന്ധമില്ലാതെയൊക്കെ ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെയാണ്. ഇത്തരത്തില് ലൈംഗികപരമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കൂടുതലുള്ളവര്, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അമിതമായിട്ടുള്ള എരിവും പുളിയും കുറയ്ക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് അപ്പോൾ സാധിക്കുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ചിക്കൻ, അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഒരു ടെൻഡൻസി വർദ്ധിപ്പിക്കുന്നതാണ്. ഇപ്പൊ ചിക്കൻ, കാട, കോഴിമുട്ട എന്ന സാധനങ്ങൾ മാറ്റിക്കൊണ്ട് താറാമുട്ടയോ താറാവിറച്ചിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ബീഫ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എരിവും പുളിക്കും പകരം മധുര ശീതമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ പലപ്പോഴും ആയുർവേദത്തിൽ ഒത്തിരി മനോഹരമായ ഡ്രഗുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ പലപ്പോഴും രോഗികൾക്ക് കൊടുക്കുമ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് നമുക്ക് ഞാൻ പലപ്പോഴും സെന്ററുകൾ കൊടുക്കുമ്പോൾ ഇത് കോമൺ ആയിട്ട് അഡോളസെൻസിൽ വന്ന് ഇത്തരം പ്രശ്നമുള്ള കുട്ടികൾക്ക് കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ വിത്തിൻ ആഴ്ചകൾ കൊണ്ട് തന്നെ ഒരു അമിതമായിട്ടുള്ള ഒരു പെർവേഷൻസ് അല്ലെങ്കിൽ മാസ്റ്റർബേറ്റ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇല്ലാതാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇതിന്റെ കൂട്ട് നാം പറഞ്ഞു തരാത്തത് പലപ്പോഴും അത് മിസ്യൂസ് ചെയ്യപ്പെടേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഈ മരുന്ന് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഹെർബലി നമ്മൾ ഉപയോഗിക്കുന്ന പലതരം ചെടികളുടെ ഒരു മിക്സിംഗ് ആണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പലരും പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് ഇനി വലിയ പ്രശ്നം ഉണ്ടാവുമോ, ഭാവിയിൽ അത് സെക്ഷുവാലിറ്റിയെ ബാധിക്കും, അങ്ങനെയൊന്നുമില്ല. ഇത് ഉപയോഗിക്കുന്ന പീരീഡിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സെക്ഷൽ എനർജിയിൽ ഒരു കുറവൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ന് ഉപയോഗിക്കുന്ന അന്ന് മാത്രം, അത് കഴിഞ്ഞാൽ ഇതിനൊരു നമുക്ക് സെക്ഷൽ ഒരു കഴിവുകളിലൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം തോട്ട്സ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല മനോഹരമായ മരുന്നുകൾ ആയുർവേദത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെടാം. ഇനിയിപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്